ഇനി നമുക്കൊരു പച്ചപ്പിന്റെ വാർത്തയിലേക്ക് പോകാം. ഇവിടെയല്ല, അങ്ങ് വിദേശത്താണ്. പ്രവാസി കർഷകർക്ക് ആവശ്യമായി ഒമാൻ കൃഷിക്കൂട്ടം വിളവെടുത്തു. ആ വിളവെടുപ്പ് ഉത്സവം കാര്യമായിട്ട് അവർ ആഘോഷിക്കുകയും ചെയ്തു. പ്രവാസ ലോകത്തെ കാർഷിക സംസ്കാരം പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടന്ന വിളവെടുപ്പ് ഉത്സവമാണ് വേറിട്ട ഒരു അനുഭവമായി മാറിയത്. ചലച്ചിത്ര സീരിയൽ താരം വിനോദ് കോവൂർ അവിടെ എത്തിയിരുന്നു. അദ്ദേഹമായിരുന്നു മുഖ്യ അതിഥി. ബിൻസി ജെയിംസിനാണ് ഈ വർഷത്തെ ഒമാൻ കൃഷിക്കൂട്ടം പ്രകൃതി മിത്ര പുരസ്കാരം കിട്ടിയത്. കുന്നിക്കോട് നിന്നുള്ള മഷൂർ, എൻ്റെ കൂടെ പഠിച്ചൊരു സുഹൃത്തുണ്ട്, മഷൂറാണ് ഈ വാർത്ത എനിക്ക് അയച്ചു തന്നതും. താങ്ക് യു മഷൂർ. എന്തായാലും നിങ്ങളുടെ പ്രവാസ ലോകത്ത് ഇങ്ങനെയൊക്കെയുള്ള കാർഷിക പരിപാടികളൊക്കെ നടക്കുമെന്ന് അറിയുമ്പോൾ എനിക്കും സന്തോഷം. അപ്പോൾ അവരോടൊക്കെ നമ്മുടെ MMCയിൽ അംഗങ്ങളാകാനും പറയുക. അപ്പോൾ ഈ വാർത്തയിലേക്ക്. മണ്ണറിഞ്ഞും പ്രകൃതിയെ സ്നേഹിച്ചും പ്രവാസ ലോകത്ത് കാർഷിക സംസ്കാരം പരിപോഷിപ്പിച്ചുമാണ് ഒമാൻ കൃഷിക്കൂട്ടം വിളവെടുപ്പ് ഉത്സവം ആഘോഷമാക്കിയത്. മസ്കത്തിലെ വാദി കബീറിൽ നടന്ന ചടങ്ങിൽ കൃഷി സ്നേഹികളടക്കം ഒട്ടേറെ പ്രമുഖരും പങ്കെടുത്തു. ചലച്ചിത്ര സീരിയൽ താരം വിനോദ് കോവൂർ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. ഈ മരുഭൂമിയിൽ ഇത്രയും പച്ചക്കറികൾ ഉണ്ടാക്കാൻ അതിനൊരു മനസ്സ് വേണം. ആ മനസ്സുള്ളവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന പലരും, ഈ സ്റ്റേജിലിരിക്കുന്ന പലരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിൻസി ജെയിംസിനായിരുന്നു ഈ വർഷത്തെ ഒമാൻ കൃഷിക്കൂട്ടം പ്രകൃതി മിത്ര പുരസ്കാരം ലഭിച്ചത്. കഠിനാധ്വാനത്തിലൂടെ കൃഷിയിൽ മികച്ച നേട്ടം കൈവരിച്ച കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ വിജയിച്ച ഒരാൾ തന്നെയാണെന്നുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. ചടങ്ങിൽ ഒമാൻ കർഷകശ്രീ പുരസ്കാരം നേടിയ അനിത അനിൽകുമാറിന് അവാർഡും ഷാഹി ഫുഡ് സ്പോൺസർ ചെയ്ത 50,000 രൂപയുടെ പുരസ്കാരവും സമ്മാനിച്ചു. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് സംഗീത വിരുന്നും നൃത്ത പ്രകടനങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.